അപ്പോൾ അച്ഛന്മാർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആക്സിലേറ്ററിൻ്റെ ക്ലച്ച് കേബിളും മാറാൻ പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൂൾസും അതുപോലെ തന്നെ ചെറിയ പണിയൊക്കെ അറിയാവുന്നവർക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. വേറെ ഒന്നുമില്ല, ഈ ഹാൻഡിൽ 2 സംഭവങ്ങൾ അഴിച്ചിട്ട് അതുവഴി കേബിളൊന്ന് കയറ്റിയെടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പിന്നെ ക്ലച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടെ നോക്കിക്കഴിഞ്ഞാൽ പക്കയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ രണ്ടാമത് വരുന്നുണ്ട്. കേബിളിന് 238 രൂപയാണ് വരുന്നത് ക്ലച്ച് ആക്സിലേറ്റർ കേബിളിന്. പിന്നെ വരുന്നത് 248 രൂപ വരുന്നത് ക്ലച്ച് കേബിളിനാണ്. നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. കാരണം നമുക്ക് ലോക്കൽ സ്പെയർ പാർട്ട് ഷോപ്പിൽ കിട്ടുമെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല, ഒറിജിനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലാണ് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ അകത്ത് കയറ്റി എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഹെഡിൻ്റെ സൈഡിൽ കൂടെ കയറ്റി ഇവിടെ ഹെഡിൻ്റെ അവിടെ 2 ലോക്കല്ല 2 ക്ലാമ്പ് കണക്ക് വരുന്നുണ്ട്. ആ ക്ലാമ്പ് വഴി കയറ്റി എടുത്തു കഴിഞ്ഞാൽ അകത്ത് ചേസിൻ്റെ അകത്ത്